മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ SCERT 9ാം ക്ലാസ് ആണ് നോക്കുന്നത്. അത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം മാറിയെങ്കിലും PSC പഴയ പുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഇടാറുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ഓടിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം നമുക്ക് കൃതികളും എഴുത്തുകാരും എന്നുള്ള ഭാഗം നോക്കാം. അതിനുശേഷം കഥാപാത്രങ്ങൾ പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് പദപരിചയവും നോക്കാം. വരൂ. ആദ്യമായി കൃതികളും എഴുത്തുകാരുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഇതിൽ വരുന്നത് വിശ്വം ദീപമയം എന്നതാണ്. അത് ഉള്ളൂരിൻ്റെതാണ് എന്നോർക്കണം. വിശ്വം ദീപമയം എന്ന കവിത ഉള്ളൂരിൻ്റെതാണ് എന്നോർത്തു വെക്കണം. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, നന്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേൽ അമൃതമയം എന്നതാണ് അതിന്റെ വരികൾ എന്നുകൂടി ഓർത്തു വെക്കണം. അടുത്തത് കൽപ്പശാഖി എന്ന കവിതാ സമാഹാരവും ഉള്ളൂരിൻ്റെത് തന്നെയാണ്. പ്രേമസംഗീതം എന്ന കൃതിയും ഉള്ളൂരിൻ്റെതാണ് എന്ന് ഓർത്തു വെക്കണം. നമ്മളുടെ ഉള്ളിലല്ലേ ഈ പ്രേമം ഇഷ്ടമൊക്കെ ഉണ്ടാവുക, അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക. അതുപോലെ കൽപ്പശാഖി എന്ന് പറയുമ്പോ കൽപ്പവൃക്ഷം, തെങ്ങൊക്കെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളതാണ് അല്ലെ. കേരളം എന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തെങ്ങൊക്കെ ഓർമ്മ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൽപ്പശാഖി, പ്രേമസംഗീതം ഇതെല്ലാം ഉള്ളൂരിൻ്റെതാണ് എന്നോർക്കണം. അടുത്തത് 8ാമത്തെ മോതിരമാണ്. അത് KM മാത്യുവിന്റെ ആണ് കേട്ടോ. മാത്യുവിന് എത്ര മോതിരങ്ങൾ ഉണ്ടെന്നാ പറയുന്നേ, അങ്ങനെ ഓർത്തു വെക്കൂ. 8ാമത്തെ മോതിരം എന്നത് KM മാത്യുവിന്റെ ആത്മകഥയാണ്. അടുത്തത് വെളിച്ചത്തിലേക്ക് എന്ന കവിതയാണ്. അത് P കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. വെളിച്ചത്തിലേക്ക് എന്ന കവിത P കുഞ്ഞിരാമൻ നായരാണ്. അടുത്തടി വെച്ച് ചെല്ലാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ ഞാൻ മെരുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വരികൾ പോണത്. അത് P കുഞ്ഞിരാമൻ നായരുടേതാണ് എന്ന് ഓർത്തു വെക്കണം. അടുത്തത് ബാഷ്പാഞ്ജലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചങ്ങമ്പുഴയുടെ കാവ്യ സമാഹാരമാണ് ബാഷ്പാഞ്ജലി. അത് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് കാടിനു കാടിന്റെ ഭംഗി എന്ന കവിത ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് അയ്യപ്പ പണിക്കരുടേതാണ്. അയ്യപ്പ പണിക്കരുടെ തത്തമ്മേന്നായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ വന്നത്. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്മകൾ കണ്ടത് കേട്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികൾ ഓർത്തു വെക്കണം. ഇത് കാടിനു കാടിന്റെ ഭംഗിയാണ്, അയ്യപ്പ പണിക്കരുടേതാണ് എന്ന് ഓർക്കണം. അടുത്തത് സൗന്ദര്യ പൂജയാണ്. അത് P കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. വെളിച്ചത്തിലേക്ക് എന്നുള്ളതും സൗന്ദര്യ പൂജ എന്നുള്ളതുമെല്ലാം P കുഞ്ഞിരാമൻ നായരുടെ കൃതികളാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദൈവത്തിന്റെ കണ്ണ് എന്നൊരു കൃതിയുണ്ട്. അത് NP മുഹമ്മദ് ആണ്. ഒരു ദൈവനാമമല്ലേ മുഹമ്മദ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ദൈവത്തിന്റെ കണ്ണ് എന്ന നോവലാണ് കേട്ടോ. ദൈവത്തിന്റെ കണ്ണ് എന്ന നോവൽ NP മുഹമ്മദിന്റേതാണ് എന്ന് ഓർക്കണം. അടുത്തത് ഇരുട്ടിന്റെ ആത്മാവാണ്. ഇതിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇരുട്ടിന്റെ ആത്മാവ് ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് MT വാസുദേവൻ നായരുടേതാണെന്ന് ഓർക്കണം. കാഥികന്റെ പണിപ്പുര എന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അതും MTയുടേതാണ് എന്നോർക്കണം. നിന്റെ ഓർമ്മയ്ക്ക് അതും MTയുടേതാണ് എന്നോർത്തു വെക്കണം. അടുത്തത് ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് വന്നത് ആരാ വിജയനാണ് അല്ലെ. അയാൾ ഭയങ്കര ആർഭാടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. പിന്നീട് അയാൾ ലാളിത്യത്തിലേക്ക് വന്നപ്പോ അയാളുടെ ജീവിതം വിജയം കണ്ടു എന്നാണ് MN വിജയൻ ആലോചിച്ചാൽ മതി. അടുത്തത് ധ്രുവചരിതമാണ്. ധ്രുവചരിതം അത് ആരുടേതാണെന്ന് വെച്ചാൽ അത് തുള്ളലാണ്. കുഞ്ചൻ നമ്പ്യാരുടേതാണ് ധ്രുവചരിതം എന്നും ഓർത്തു വെക്കുക. ഗാന്ധി സാഹിത്യ സംഗ്രഹം ഗാന്ധിജി അല്ലെ. ഗാന്ധി സാഹിത്യ സംഗ്രഹം ഓർത്തു വെക്കുക. പിന്നെ കാളകൾ എന്ന കവിത ഇമ്പോർട്ടന്റ് ആണ്. P ഭാസ്കരന്റേതാണ്. തോളത്ത് ഘനം തൂങ്ങും വണ്ടിതൻ കയ്യും വേറി എന്നൊക്കെ പറഞ്ഞു. അതായത് കാളവണ്ടിയുടെ അറ്റത്ത് കാളകളോടൊപ്പം തന്നെ അതിനേക്കാൾ അവശതയായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു, ജീവിതഭാരം വലിച്ച അവശനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ കാളകൾ എന്നതിലാണ്. P ഭാസ്കരനാണ് എഴുതിയത് എന്നാലോചിക്കണം. കാവ്യ സമാഹാരം ഓർക്കുക വല്ലപ്പോഴും. നമ്മൾ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുക്കുന്നതാണ് അല്ലെ. ഓർക്കുക വല്ലപ്പോഴും എന്നത് P ഭാസ്കരന്റേതാണ്. അടുത്തത് ഗ്രാമീണ കന്യകയാണ്. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് അല്ലെ. കുറ്റികളും ഇതുകളൊക്കെ കാണാൻ ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും. അപ്പൊ ഗ്രാമീണ കന്യക എന്നത് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ കവിതയാണ് എന്നും ഓർത്തിരിക്കുക. അടുത്തത് എന്റെ ഗുരുനാഥനാണ്. നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം അത് വള്ളത്തോളിന്റേതാണ്. എന്റെ ഗുരുനാഥൻ എന്ന കവിത വള്ളത്തോളിന്റേതാണ് എന്നോർത്തു വെക്കണം.
അടുത്തത് ഓർമ്മയ്ക്ക് താലോലിക്കാൻ, യൂസഫ് അലി കച്ചേരിയാണ് അല്ലെ. ഓർമ്മയ്ക്ക് താലോലിക്കാൻ എന്നത് യൂസഫ് അലി കച്ചേരിയുടേതാണ്. കേവലം ഒരു കാലിച്ചെറുക്കനാം എന്നെ നീ കേശവ, എന്തിനിത്ര സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളാണ് ഇതിലുള്ളത് ട്ടോ. വെറുതെ ഒരു കാലിച്ചെറുക്കനായ എന്നെ എന്തിനാണ് ഭഗവാനെ നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്. ഓർമ്മയ്ക്ക് താലോലിക്കാൻ എന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. അടുത്തത് കിളിക്കൊഞ്ചലാണ്. അത് വള്ളത്തോളിന്റേതാണ് എന്ന് ഓർത്തുവെക്കണം. കിളിക്കൊഞ്ചൽ എന്ന കവിത വള്ളത്തോളിന്റേതാണ്. പടയാളികൾ എന്ന കവിതയും ആരുടേത് തന്നെയാണ്? വള്ളത്തോളിന്റേതാണ് എന്നോർക്കണം. ഹൃദയസ്മിതം നമുക്കറിയുന്നതാണ്. ഇടപ്പള്ളിയാണ് അല്ലെ. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ് ഹൃദയസ്മിതം എന്നത്, മറന്നു പോവരുത്. പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എന്നത് MP പോളിന്റേതാണ് ട്ടോ. പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും MP പോളിന്റേതാണ്. കുപ്പിവളകൾ എന്ന ചെറുകഥ സാറാ തോമസിന്റേതാണ്. ഒരു കണ്ണു കാണാത്ത കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കഥ എന്നാണ് എന്റെ ഒരു ഓർമ്മയിലുള്ളത്. നമുക്ക് 9ാം ക്ലാസ്സിലുള്ളതായിരുന്നു. കുപ്പിവളകൾ എന്ന ചെറുകഥ സാറാ തോമസിന്റേതാണ് എന്നോർക്കണം. ഇനി അമ്മ എന്ന കഥാസമാഹാരം വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ് അല്ലെ. അമ്മ എന്ന കഥാസമാഹാരം നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഓർമ്മയുടെ അറകൾ എന്ന കൃതിയൊക്കെ രചിച്ചിട്ടുള്ള നമ്മുടെ ബഷീറിന്റേത്. അടുത്തത് മതിലേരിക്കന്നിയാണ്. മതിലേരിക്കന്നി അത് TH കുഞ്ഞിരാമൻ നമ്പ്യാരാണ്. നല്ലൊരു കഥയാണ്. നമ്മൾ ഹൃദയം ഭയങ്കര വേദന തോന്നുന്ന ഒരു കഥയാണ്. അതായത് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വരൻ തിരിച്ചു പോകാണ്. പണ്ടത്തെ കാലമാണ്. ഈ രാജവംശങ്ങൾ തമ്മിലുള്ളതാണ്. എന്നിട്ട് ഭർത്താവ് തിരിച്ചു പോവാണ്. ഒരുപാട് വർഷം കാത്തിരുന്നിട്ടും അദ്ദേഹം വരുന്നില്ല. പിന്നീടാണ് ഈ സ്ത്രീ അറിയുന്നത് തന്റെ ഭർത്താവ് അത്രയും നാളായിട്ട് ശത്രുരാജ്യവുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ ഈ പെൺകുട്ടി തന്റെ അച്ഛന്റെ അനുവാദത്തോടു കൂടി ഒരു ആൺവേഷം കെട്ടിയിട്ട്, പടയാളിയിലെ വേഷം കെട്ടിയിട്ട് യുദ്ധത്തില് ഭർത്താവിനെ സഹായിക്കാൻ പോവാണ്. അയാൾക്ക് അറിയില്ല അതൊരു സ്ത്രീയാണെന്നും അറിയില്ല, തന്റെ ഭാര്യയാണെന്നും അറിയില്ല. പക്ഷെ യുദ്ധത്തിലൊക്കെ നല്ല മികവ് പുലർത്തിയിരുന്നു ഇവര്. അങ്ങനെ ഈ രാജാവ് ഇവരുമായിട്ട് ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തുമ്പോഴൊക്കെ രാജാവ് എപ്പോഴും തന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. തന്റെ ഭാര്യയാണ് കൂടെ ഇരിക്കുന്നത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അപ്പോൾ അറിയില്ല. എന്നിട്ട് അവസാനം ശത്രുക്കളുടെ ആക്രമണത്തില് ഈ ഭാര്യ മരിക്കാൻ പോവാണ്. ആ ഒരു മൊമെന്റിലാണ് തിരിച്ചറിയുന്നത് ഇത് തന്റെ ഭാര്യയാണെന്നുള്ളത്. അതാണ് മതിലേരിക്കന്നിയുടെ കഥാസംഗ്രഹം. ഒന്ന് വായിച്ചു നോക്കാം ഫ്രീ ആവുമ്പോ. അടുത്തത് മറിയക്കുട്ടിയുടെ കത്ത് പുലിക്കോട്ടിൽ ഹൈദർ എന്നതാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എന്നാലും നോക്കിപ്പോക്കോളൂ. ഫോക്ലോറും എന്റെ എഴുത്തും എന്നുള്ളത് N പ്രഭാകരനാണ് ട്ടാ. എന്റെ എഴുത്ത് N പ്രഭാകരൻ. ഇനി അതേ പ്രാർത്ഥന എന്ന കവിത ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് അല്ലെ. ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞാല് ഭഗവാന്റെ പേരാണെന്ന് നമുക്കറിയാം. ഭഗവാനോട് നമുക്ക് എപ്പോഴും ഒരേ പ്രാർത്ഥനയായിരിക്കും. അതേ പ്രാർത്ഥന തന്നെയായിരിക്കും. കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായാലും ബേസിക് ആയിട്ടുള്ള നീഡ്സ് അതേ പ്രാർത്ഥന തന്നെയായിരിക്കും. അത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് എന്നോർത്തു വെക്കണം. അടുത്തത് നഗരത്തിൽ ഒരു യക്ഷൻ എന്നതാണ്. അത് ആറ്റൂർ രവിവർമ്മയുടേതാണ്. നഗരത്തിൽ ഒരു യക്ഷൻ എന്നത് ആറ്റൂർ രവിവർമ്മയുടേതാണ് എന്നോർത്തു വെക്കണം. നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന എന്നത് ഇതിലെ വരികളാണ് ട്ടാ. നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന എന്നത് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിൽ ആറ്റൂർ രവിവർമ്മ എഴുതിയിരിക്കുന്നതാണ് എന്നോർക്കണം. അടുത്തത് എന്റെ വേളിയാണ്. അത് G ശങ്കരക്കുറുപ്പാണ് ട്ടാ. എന്റെ വേളി എന്ന കൃതി എഴുതിയിരിക്കുന്നത് G ശങ്കരക്കുറുപ്പാണ്. അടുത്തത് കീറിപ്പൊളിഞ്ഞ ചകലാസാണ്. ആ മാധവിക്കുട്ടി ഉണ്ടല്ലോ, നമ്മുടെ കമലാസുരയ്യ മാധവിക്കുട്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു മകൻ, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കീറിപ്പൊളിഞ്ഞ ഒരു കമ്പിളിപ്പുതപ്പുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ നഷ്ടപ്പെട്ട അമ്മ മകന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ്. അവസാനം മകൻ വന്നിട്ട് ഭാഗം വാങ്ങിക്കാനാണ് വരുന്നത്. അമ്മയോ ഒന്നും മകന് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കഥാസന്ദർഭമാണ് ഇതിലുള്ളത്. അടുത്തത് ആളൊഴിഞ്ഞ നൃത്തശാലയാണ്. ബാലചന്ദ്രൻ വടക്കേടത്താണ് ട്ടാ. ബാലചന്ദ്രൻ വടക്കേടത്താണ് ആളൊഴിഞ്ഞ നൃത്തശാല എന്നത് എഴുതിയിരിക്കുന്നത് ആലോചിക്കണം. അടുത്തത് പണ്ടത്തെ പാട്ടുകൾ എന്ന കവിതയാണ്. വള്ളത്തോളാണ്. നമുക്കറിയാം പണ്ടത്തെ പാട്ടൊക്കെ എഴുതിയിരിക്കുന്നത് ആരാണ്? വള്ളത്തോളാണ് എന്നോർക്കണം. കൃഷ്ണഗാഥ ക്ലാസിക് ആണ്. നമുക്കറിയാം അത് ചെറുശ്ശേരിയുടേതാണ് എന്നറിയാം.
തേൻവരിക്ക എന്ന ചെറുകഥ നാരായന്റേതാണ്. അതുപോലെ തന്നെ നിസ്സഹായന്റെ നിലവിളി എന്നതും അദ്ദേഹത്തിന്റെ കഥാസമാഹാരമാണ് എന്ന് ഓർക്കണം. സാക്ഷി എന്ന ചെറുകഥ CV ശ്രീരാമന്റേതാണ് ട്ടാ. CV ശ്രീരാമന്റെ ഒരു ചെറുകഥയാണ് സാക്ഷി എന്നത്. അടുത്തത് നേരത്തെ നമ്മൾ സാറ തോമസിന്റെ കുപ്പിവള പറഞ്ഞു. ഇത് സാറ ജോസഫ് ആണ്. ആത്മരോഷങ്ങളും ആകുലതകളും ഒക്കെ അല്ലെ. ആത്മരോഷങ്ങളും ആകുലതകളും ഉള്ളത് ആർക്കാണ്? സാറ ജോസഫിനാണ് എന്നാലോചിക്കണം. അടുത്തത് രണ്ട് ടാക്സിക്കാർ എന്ന ലേഖനം നിത്യചൈതന്യ യതിയുടേതാണ്. ഇനി മരണം എന്ന വാതിലിനപ്പുറം എന്നതും ആരുടെ ലേഖന സമാഹാരമാണ്? നിത്യചൈതന്യയതിയുടെ ലേഖന സമാഹാരമാണ് എന്ന് ഓർത്തുവെക്കണം. അടുത്തത് കന്നിക്കൊയ്ത്താണ്. വയലില് നമ്മൾ കന്നിക്കൊയ്ത്ത് നടത്തുക, വയലില്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അത് വൈലോപ്പിള്ളിയുടേതാണ്. കന്നിക്കൊയ്ത്ത് എന്ന കവിത ആരുടേതാണെന്ന് ചോദിച്ചാല് വൈലോപ്പിള്ളിയുടേതാണ് എന്ന് ഓർക്കണം. ആശാൻ കവിത ഒരു പഠനം, ആശാന്റെ കവിതകളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയത് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയാണ് ട്ടാ. പൊഴിഞ്ഞ ഇലകൾ എന്നുള്ളത് ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയാണെന്നൊക്കെ നമുക്കറിയാം. ആശാൻ കവിത ഒരു പഠനം എന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ്. സാഹിത്യ ശില്പിയായ നെഹ്റു എന്നെഴുതിയത് CP ശ്രീധരനാണ് എന്ന് ഓർക്കണം. രാഷ്ട്രീയക്കാരനായ നെഹ്റുവിനെ നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകളും നമുക്കറിയാം. അങ്ങനെ സാഹിത്യ ശില്പിയായ നെഹ്റു എന്നത് എഴുതിയത് CP ശ്രീധരനാണ് എന്ന് ഓർക്കണം. അടുത്തത് കൊടിയേറ്റമാണ് അല്ലെ. കൊടിയേറ്റം നമുക്കറിയാലോ. കൊടിയേറ്റം ഗോപി എന്നല്ലേ ഇങ്ങനെ മോണാക്റ്റിലൊക്കെ ഇങ്ങനെ കഷണ്ടി കയറിയിട്ടുള്ള ഗോപിനെ കാണിക്കില്ലേ, കൊടിയേറ്റം. അതിൽ അഭിനയിച്ച വ്യക്തിയാണ്. അപ്പൊ കൊടിയേറ്റം അടൂർ ഗോപാലകൃഷ്ണന്റേതാണ് എന്നോർക്കണം. കഥയും തിരക്കഥ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഡോക്ടർ RVM ദിവാകരനാണ്. നീലവെളിച്ചം ബഷീറിന്റേതാണ്. അതൊരു സിനിമയായിട്ടുണ്ട്. അത് ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ബഷീറിന്റെ നീലവെളിച്ചം ഏത് പേരിലാണ് സിനിമയായതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഉമ്മാച്ചു എന്ന നോവൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമ്മുടെ ഉറൂബിന്റേതാണ്. ഉറൂബിന്റെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? PC കുട്ടിക്കൃഷ്ണനാണ് അല്ലെ. PC കുട്ടിക്കൃഷ്ണനാണ്. ത്രിവിക്രമനു മുമ്പിൽ എന്ന കാവ്യ സമാഹാരം ഇടശ്ശേരിയുടേതാണ്. ത്രിവിക്രമനു മുമ്പിൽ എന്ന കാവ്യ സമാഹാരം ഇടശ്ശേരിയുടേതാണ് എന്നോർക്കണം. ഇദ്ദേഹത്തെ അറിയാമോ? സുസ്മേഷ് ചന്ദ്രോത്തിനെ എല്ലാവർക്കും അറിയാം അല്ലെ. സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ചെറുകഥയാണ് ഹരിതമോഹനം എന്നത്. പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാകാരനാണ്. അപ്പൊ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ചെറുകഥയാണ് ഹരിതമോഹനം. മരണവിദ്യ അത് അദ്ദേഹത്തിന്റെ സമാഹാരം മരണവിദ്യാലയമാണ് ട്ടോ. മരണവിദ്യാലയം. ഇനി ആഫ്രിക്കൻ യാത്ര ആരുടേതാണ്? SK പൊറ്റക്കാട് എന്നൊന്നും ചിന്തിക്കരുത്. സക്കറിയയാണ്. ഒരു ആഫ്രിക്കൻ യാത്ര എന്ന യാത്രാ വിവരണം സക്കറിയയുടേതാണ് എന്ന് ഓർക്കണം. ഇനി പുരോഗാമി അത് ഖലീൽ ജിബ്രാന്റേതാണ്. അജഗജാന്തരം എന്ന ചെറുകഥ വേണുഗോപൻ നായരാണ് ട്ടോ. അജഗജാന്തരം മലയാളത്തിൽ ഒരു ശൈലി ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം വലിയ വ്യത്യാസം എന്നാണ് അല്ലെ. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അത് SV വേണുഗോപൻ നായരാണ്. അടുത്തത് ഒറ്റപ്പാലം എന്ന കഥാസമാഹാരവും അദ്ദേഹത്തിന്റെ തന്നെയാണ്. സഫലമീ യാത്ര എന്ന കവിത ആരുടേതാണ്? NN കക്കാടിന്റേതാണ് അല്ലെ. നമ്മള് വേണുഗോപാൽ അല്ല ഉണ്ണിമേനോനാണെന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത്. ആർദ്രമീ ധനുമാസരാവിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. സഫലമീ യാത്ര എന്നാണ്. NN കക്കാടിന്റേതാണ് എന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും സാഹിത്യ ഭാഗങ്ങളാണ് നമുക്ക് 9ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റിൽ നിന്ന് നോക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി നമുക്ക് കൃതികളും കഥാപാത്രങ്ങളും എഴുത്തുകാരും എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി പോകാം. വരൂ. അയ്യപ്പൻ, സുരേന്ദ്രൻ, ലീല ഇവർ നിസ്സഹായന്റെ നിലവിളിയുടേതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നിസ്സഹായന്റെ നിലവിളി എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് അയ്യപ്പൻ, സുരേന്ദ്രൻ, ലീല തുടങ്ങിയവർ. ഓർക്കണം, അത് എഴുതിയിരിക്കുന്നത് നാരായണാണ് എന്നോർക്കണം. ഇത് സുഖമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. നിസ്സഹായരാവുമ്പോഴാണ് നമ്മൾ നിലവിളിക്കുക അല്ലെ. നിസ്സഹായരായിട്ട് നിലവിളിക്കും. നമ്മൾ ആദ്യം വിളിക്കുക ദൈവങ്ങളെ ആയിരിക്കും അല്ലെ. അപ്പൊ അയ്യപ്പൻ,
അയ്യപ്പൻ എന്നൊക്കെ ആലോചിക്കുക. അപ്പൊ നിസ്സഹായന്റെ നിലവിളി നാരായൺ, നാരായണൻ ഒരു ദൈവത്തിന്റെ പേരാണല്ലോ. അയ്യപ്പൻ, സുരേന്ദ്രൻ, ലീല എന്നൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. അടുത്തത് സുസ്മേഷ് ചന്ദ്രോത്തിന്റെ മരണവിദ്യാലയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ കഥാപാത്രങ്ങളാണ് അരവിന്ദാക്ഷനും സുമനയും. സുസ്മേഷിന്റെ മരണവിദ്യാലയത്തിലെ കഥാപാത്രങ്ങളാണ് അരവിന്ദാക്ഷനും സുമനയും എന്നോർത്തു വെക്കണം. അടുത്തത് ഉമ്മാച്ചു എന്ന കൃതിയാണ്. ഉറൂബാണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളൂ. മായൻ, ബീരാൻ, ഹസൻ, ആമിന ഇവരെല്ലാം ഉറൂബിന്റെ ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളാണ്. മായൻ, ബീരാൻ, ഹസൻ, ആമിന നന്നായിട്ട് ഓർത്തു വെക്കണം. അടുത്തത് ആനക്കാരൻ നാണുക്കുട്ടി, അത് ഒറ്റപ്പാലം SV വേണുഗോപൻ നായരുടെ കൃതിയിലെ കഥാപാത്രമാണ്. ആനക്കാരൻ നാണുക്കുട്ടി എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തത് KM മാത്യുവിന്റെ എട്ടാമത്തെ മോതിരം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എട്ടാമത്തെ മോതിരം എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? KM മാത്യു ആണ്. അന്നമ്മ, പ്രദീപ്, ലൈജു, ആലീസ്, കുര്യൻ, സീലു, കുഞ്ഞുമോൻ എന്ന് തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ഈ എട്ടാമത്തെ മോതിരത്തിൽ ഉള്ളതാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി മരണം എന്ന വാതിലിനപ്പുറം, രണ്ട് ടാക്സിക്കാരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ ചൈതന്യയതിയുടെ, അതിലെ കഥാപാത്രങ്ങളാണ് ദാമോദർ, കർത്താർ സിംഗ്, രാം ഗോപാൽ മിശ്ര തുടങ്ങിയവർ. ഒക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. ദാമോദർ ഗാവുങ്കർ, കർത്താർ സിംഗ്, രാം ഗോപാൽ മിശ്ര ഇവരെല്ലാവരും ചൈതന്യയതിയുടെ മരണം എന്ന വാതിലിനപ്പുറം അല്ലെങ്കിൽ രണ്ട് ടാക്സിക്കാർ എന്നൊക്കെ ഉള്ളതിലെ കഥാപാത്രമാണ്. ഇനി സാറാ തോമസിന്റെ ഏത് കൃതിയാ നമ്മൾ പഠിച്ചേ? സാറാ തോമസിന്റെ കുപ്പിവളകളാണ് അല്ലെ. നോക്കിയേ, കണ്ണമ്മ, ദേവുച്ചേച്ചി, മേരി, ലിസ, സേതു. കുപ്പിവളകള് എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ആരാണ്? കണ്ണമ്മ, ദേവുച്ചേച്ചി, മേരി, ലിസ, സേതു ഇവരെല്ലാവരും ഈ കൃതിയിലെ കഥാപാത്രങ്ങളാണ്. ഇനി NP മുഹമ്മദ്, മുഹമ്മദ് ഒരു ദൈവമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NP മുഹമ്മദിന്റെ കൃതിയാണ് ദൈവത്തിന്റെ കണ്ണ് എന്നത്. അയമ്മദ്, ഉമ്മു, അബ്ദു, മൊഹമ്മദ് അലിക്കാക്ക. ആരൊക്കെയാണ്? അയമ്മദ്, ഉമ്മു, അബ്ദു, മൊഹമ്മദ് അലിക്കാക്ക എന്നിവരൊക്കെ NP മുഹമ്മദിന്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ് എന്നോർക്കണം. ഇരുട്ടിന്റെ ആത്മാവ് MTയുടേതാണ്. അതിലെ പ്രധാന കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. അത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ഇനി CV ശ്രീരാമന്റേതാണ്. ശ്രീരാമൻ സാക്ഷി പറഞ്ഞു എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ? അല്ലെ, ഇങ്ങനെ ഓർത്താ മതി. ആരാണ് സാക്ഷി പറഞ്ഞത്? CV ശ്രീരാമനാണ് സാക്ഷി പറഞ്ഞത് എന്ന് ആലോചിക്കണം. നോക്കൂ, ഒക്കെ ദൈവങ്ങളാണ്. ഉമാ, പരമേശ്വരൻ, രവീന്ദ്രനാഥ് അതില്ല. ഉമയും പരമേശ്വരനും രവീന്ദ്രനാഥും ഒക്കെയാണ് സാക്ഷി എന്ന കൃതി. അത് CV ശ്രീരാമന്റേതാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുമ്പോ നമ്മളെ ശിവനും പാർവതിയും ഒക്കെ അവിടെ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട്, സാക്ഷികളാണെന്നൊക്കെ ചിന്തിച്ചാൽ മതി. CV ശ്രീരാമന്റെ സാക്ഷിയിലെ കഥാപാത്രങ്ങളാണ് ഉമയും പരമേശ്വരനും രവീന്ദ്രനാഥും എന്ന് ആലോചിക്കണം. അടുത്തത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കീറിപ്പൊളിച്ച ചകലാസ്. മകൻ അമ്മയെ കാണാൻ വരുന്നു, പക്ഷെ അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. അമ്മയുടെ ഓർമ്മയിൽ മകൻ കുഞ്ഞാണ് അല്ലെ, കുഞ്ഞാണ്. മകൻ എടുത്തു വന്നിരുന്നിട്ടും അമ്മ പറയുന്നത് അല്ല, എന്റെ മകൻ ജോലി സ്ഥലത്താണെന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത്. കമലം, ഗോപി, വിമല ഇവരാണ് ഈ കൃതിയിലെ കഥാപാത്രങ്ങൾ കേട്ടോ. മാധവിക്കുട്ടിയുടെ കീറിപ്പൊളിഞ്ഞ ചകലാസിലെ കഥാപാത്രങ്ങൾ കമലം, ഗോപി, വിമല എന്നിവരാണ്. അടുത്തത് സുസ്മേഷിന്റേതാണ്. മരണം എന്ന വാതിലിനപ്പുറം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്മയ, പീലി, കുറച്ച് മോഡേൺ ആയ പേരുകളാണ്. തന്മയ, പീലി, പിന്നെ രാജംപിള്ള ഉള്ളതാണ്. അതൊക്കെ മരണം എന്ന വാതിലിനപ്പുറം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. അത് സുസ്മേഷ് ചന്ദ്രോത്തിന്റേതാണ് എന്നോർത്തു വെക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വേറിട്ട വസ്തുതകളും കൂടെ നമുക്ക് നോക്കാനുണ്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട്. അതും കൂടെ ഒന്ന് നോക്കിപ്പോവാം. നോക്കിയേ, ചങ്ങമ്പുഴയുടെ സൗന്ദര്യലഹരി. നമ്മൾ പറഞ്ഞില്ലേ ചങ്ങമ്പുഴയുടെ സൗന്ദര്യലഹരിയെ കുറിച്ചിട്ട്. അത് ഏത് കാവ്യ സമാഹാരത്തിൽ ഉള്ളതാണ് എന്ന് ചോദിച്ചാൽ ബാഷ്പാഞ്ജലിയുടേതാണ് കേട്ടോ. ചങ്ങമ്പുഴയുടെ കാവ്യ സമാഹാരമാണ് ബാഷ്പാഞ്ജലി. അതിൽ നിന്നെടുത്തതാണ് സൗന്ദര്യലഹരി എന്ന് നോക്കണം.
ഇനി രണ്ടാമത്തത് അയമ്മദ്, ഉമ്മു എന്നീ കുട്ടികളുടെ കഥ പറയുന്ന നോവൽ ഏതാ നമ്മൾ പറഞ്ഞേ? അത് ദൈവത്തിന്റെ കണ്ണാണ്, NP മുഹമ്മദ് ആണ്. നമുക്ക് എത്ര കണ്ണുണ്ട്? 2 കണ്ണുണ്ട്. അപ്പൊ ഇവിടെ 2 കുട്ടികളുടെ കഥയല്ലേ പറയണത്. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് NP മുഹമ്മദ് ആണ് എന്ന് ഓർത്തു വെക്കണം. ഇനി P ഭാസ്കരന്റെ കാളകൾ എന്ന കവിത നമ്മൾ പഠിച്ചില്ലേ? തോളത്ത് ഘനം തൂങ്ങും വണ്ടിതൻ ഭാരം പേറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് സമാഹാരത്തിൽ നിന്ന് എന്നതാണ് ചോദ്യം. ഓർക്കുക വല്ലപ്പോഴും എന്നാണ് കേട്ടോ. ഓർക്കുക വല്ലപ്പോഴും എന്ന സമാഹാരത്തിൽ നിന്നാണ് കാളകൾ എന്നത് നമ്മൾ എടുത്തത്. ഇതൊന്ന് നോക്കൂ, ഒരു സെന്റൻസ് ആണ്. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ധൂർത്താചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിയൂ എന്നത് ആരുടെ വാക്കുകളാണ് എന്നതാണ് ചോദ്യം. അത് MN വിജയനാണ്. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ധൂർത്തമായ ആചാരങ്ങളൊക്കെ നോർമൽ സാമാന്യ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞത് MN വിജയനാണ് എന്ന് ഓർക്കണം. അടുത്തത് ഉള്ളൂരിന്റെ വിശ്വം ദീപമയം എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്നാണെന്ന് ചോദിച്ചാല് കൽപ്പശാഖിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽപ്പശാഖി, പ്രേമസംഗീതം ഒക്കെ ഉള്ളീന്ന് വരുന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിശ്വം ദീപമയം എന്നത് കൽപ്പശാഖിയിൽ നിന്നെടുത്തതാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി അനാവശ്യമായ ധനവ്യയം എത്രാമത്തെ നമ്പർ ആയിരുന്നു? 5. ഇത് 6 ആണ് അല്ലെ. അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് എന്നോർക്കണം. ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എത്ര 5ഉം 6ഉം ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ടാണ് നടത്തുന്നത്. എത്രയോ പൈസ അവർ ചെലവാക്കുന്നുണ്ടാവും അല്ലെ. എന്നാൽ ലളിതമായ രീതിയിൽ നടത്തുന്നവരുണ്ട്, അത് വേറെ. അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത് അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന ചലച്ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. കൊടിയേറ്റത്തിലെ കഥാപാത്രമാണ് ശങ്കരൻകുട്ടി എന്ന് ഓർത്തുവെക്കണം. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ട്, അതായത് ബഷീർ ഗാന്ധിയെ കാണാൻ പോയ കഥയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. എന്ന അനുഭവം തന്റെ അമ്മയോട് പറയുന്ന ബഷീറിന്റെ കഥ ഏതെന്ന് ചോദിച്ചാൽ അമ്മ എന്ന കഥയാണ്. ഓർമ്മക്കുറിപ്പ് എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത അമ്മയിലാണ് അദ്ദേഹം ഗാന്ധിയെ കാണാൻ ചെന്നപ്പോ എന്നിട്ട് ഗാന്ധിയെ തൊട്ടു എന്നുള്ള വിവരമൊക്കെ അമ്മയോട് വന്ന് പറയുന്നത്. അടുത്തത് കൊടിയേറ്റത്തിലെ കേന്ദ്ര കഥാപാത്രം ശങ്കരൻകുട്ടിയാണെന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. അങ്ങനെ അതായി അഭിനയിച്ച നടൻ ആരാന്ന് ചോദിച്ചാല് ഭരത് ഗോപി. നമ്മൾ പറഞ്ഞില്ലേ നെറ്റ് കയറിയത്? ഭരത് ഗോപിയാണ്, കറക്റ്റ് ആണ്. അടുത്തത് ആദിവാസി വിഭാഗത്തെ കുറിച്ച്, മലയരെ കുറിച്ചിട്ട് ട്ടോ. ഒരു ഗോത്ര വിഭാഗക്കാരൻ രചിച്ച ആദ്യ കൃതിയാണ് കൊച്ചരേത്തിയാണ് കേട്ടോ. കൊച്ചരേത്തി അത് നാരായണന്റേതാണ് നോക്കണം. അത് ആദിവാസി വിഭാഗങ്ങളെ കുറിച്ചിട്ട് ഒരു ഗോത്ര വിഭാഗക്കാരൻ രചിച്ച ആദ്യ കൃതി എന്ന പ്രത്യേകതയാണ് അതിനുള്ളത് എന്ന് ഓർത്തുവെക്കണം. ഇനി ലോകവന്ദ്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം, ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി എന്ന് ഗാന്ധിജിയെ പരാമർശിച്ച എഴുത്തുകാരൻ ആരാണ്? ബഷീറാണ്. ബഷീറാണല്ലോ ഗാന്ധിയെ കാണാൻ പോയത്. അമ്മ എന്ന കൃതിയിൽ, ഓർമ്മക്കുറിപ്പിലെ അമ്മ എന്ന കൃതിയുടെ അതിലാണ് അദ്ദേഹം ഗാന്ധിയെ കാണാൻ പോയ അനുഭവങ്ങൾ വിവരിക്കുന്നത്. അപ്പൊ ലോകവന്ദ്യനായ അദ്ദേഹത്തിനൊന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നൊക്കെ ഗാന്ധിക്ക് തോന്നി, ബഷീറിന് തോന്നി എന്നാണ് പറയുന്നത്. അടുത്തത് വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവീ നിലയം എന്ന മലയാള ചിത്രം ബഷീറിന്റെ ഏത് ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്നു? ഞാൻ നേരത്തെ കമന്റ് ചെയ്യാൻ പറഞ്ഞതാണ്, നീല വെളിച്ചമാണ് അല്ലെ. ബഷീറിന്റെ നീല വെളിച്ചമാണ് വിൻസെന്റ് ഭാർഗവീ നിലയം എന്ന പേരില് മലയാള സിനിമയാക്കിയിരിക്കുന്നത് എന്ന് ഓർത്തുവെക്കണം. അടുത്ത നമുക്ക് നോക്കാം. 13ാമത്തേതാണ് ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് എന്നതാണ് ചോദ്യം. അമ്പാടി ഇക്കാവമ്മയാണ്. ഓർത്തിരിക്കണേ. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള കൃതി ഉണ്ടല്ലോ, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാല് അമ്പാടി ഇക്കാവമ്മയാണ്. അമ്പടി നീ ഇത്ര കേമിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അമ്പാടി ഇക്കാവമ്മയാണ് എന്ന് ഓർത്തുവെക്കണം. അടുത്തത് ജി അരവിന്ദന്റെ കാഞ്ചന സീത എന്ന മലയാള ചലച്ചിത്രം ആരുടെ കൃതിയെ ആസ്പദമാക്കിയാണ് എന്ന് ചോദിച്ചാൽ അത്
CN ശ്രീകണ്ഠൻ നായരുടേതാണ് എന്നോർക്കണം. G അരവിന്ദൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് കാഞ്ചന സീത എന്നത്. അത് ഏത് കൃതിയെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ അത് CN ശ്രീകണ്ഠൻ നായരുടേതാണ് എന്നും ഓർക്കണം. അടുത്തത് എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? ദേശസ്നേഹം തുളുമ്പുന്ന ഈ വരികൾ ബഷീറിന്റേതാണ് എന്ന് ഓർത്തുവെക്കണം. MT വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന മലയാള ചലച്ചിത്രം ഏതു കൃതിയെ ആസ്പദമാക്കിയെടുത്തു എന്ന് ചോദിച്ചാൽ പള്ളിവാളും കാൽച്ചിലമ്പുമാണ് കേട്ടോ. പള്ളിവാളും. MTയുടെ നിർമാല്യം എന്ന സിനിമയ്ക്ക് ആസ്പദമായത് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതിയാണ് എന്ന് ഓർക്കണം. നിർമാല്യം, പള്ളിവാളും കാൽച്ചിലമ്പും രണ്ടും ഓർത്തുവെക്കണം. MT ആണ്. ഇനി നോക്കിയേ, അടുത്തത് ചോദ്യം നമ്പർ 17 ആണ്. മണ്ഡഗുണേശന്മാരായാൽ പുരുഷവൃന്ദങ്ങൾക്ക് എന്തറിയാം? ഡുങ്കു ഡുങ്കു. ഏത് കൃതിയിലെ വരികളാണെന്ന് ചോദിച്ചാൽ പാത്തുമ്മയുടെ ആടാണ്, ബഷീറിന്റേതാണ് എന്ന് ഓർത്തുവെക്കണം. തകഴിയുടെ ചെമ്മീൻ അതേ പേരിൽ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ് അല്ലെ. ചെമ്മീൻ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. വടക്കൻ പാട്ടിലെ ധീരവനിതയായ മതിലേരിക്കന്നി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതിന്റെ കഥ പറയുന്ന നോവൽ രചിച്ചത് കുറുന്തോടിയാണ് കേട്ടാ. OMC കുറുന്തോടി. കുറുന്തോട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിനല്ലേ. കുറുന്തോട്ടി നമ്മളിത് സുഖപ്രസവത്തിനൊക്കെ വേണ്ടിയിട്ട് കുറുന്തോട്ടിയുടെ വേരൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ വടക്കൻ പാട്ടിലെ ധീരവനിതയായ മതിലേരിക്കന്നിയുടെ കഥ പറയുന്ന നോവലാണ്. നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചാല് അത് OMC കുറുന്തോട്ടിയാണ് എന്ന് ഓർത്തിരിക്കണം. വല്ലാത്തൊരു പേരല്ലേ. അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ്. 20 പോയിന്റ്സ് ആണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CH കുഞ്ഞപ്പയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് CH കുഞ്ഞപ്പയാണെന്നും കൂടെ ഓർത്തിരിക്കണം. ഇനി ഈ പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാരുണ്ട്. അവരെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കി പോകാം. ആദ്യത്തേത് സാറാ തോമസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു സാറാ തോമസിന്റെ ഏത് കൃതിയാ നമ്മൾ പഠിച്ചേ? കുപ്പിവളയാണ് അല്ലെ. കണ്ണമ്മ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, കുപ്പിവളയാണ്. തിരുവനന്തപുരത്താണ് അവർ ജനിച്ചത്. സാറാ തോമസിന്റെ ആദ്യ നോവൽ ഏതാന്ന് ചോദിച്ചാല് ജീവിതം എന്ന നദി എന്നാണ്. ജീവിതം എന്ന നദിയാണ് സാറാ തോമസിന്റെ ആദ്യ നോവൽ എന്ന് ഓർക്കണം. ഇനി അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയത് നാർമടി പുടവയാണ്. 1979. കേരളത്തിലല്ലേ പുടവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ആചാരങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ സാറാ തോമസിന് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയ കൃതി ഏതാന്ന് ചോദിച്ചാല് അത് നോവലാണ്, നാർമടി പുടവയാണ്. ഓർത്തുവെക്കണം. ഇനി അവരുടെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികളും കൂടെ നമുക്കൊന്ന് നോക്കി പോകേണ്ടതുണ്ട്. ഒന്ന് നോക്കൂ. പറ്റുന്നവർ എല്ലാം പഠിക്കുക, അല്ലാത്തവർ ഇങ്ങനെ ഓർത്തുവെക്കുക. ഗ്രഹണം ഓർക്കണം, അഗ്നിശുദ്ധി ഓർക്കണം, മുറിപ്പാടുകൾ ഓർക്കണം, നീലക്കുറിഞ്ഞുകൾ ചുവക്കും. ബാക്കി എല്ലാം വായിക്കണം. ഇത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്ന് ഓർത്തിരിക്കണം. അടുത്തത് കമല സുരയ്യയാണ്. നമുക്കറിയാം നമ്മുടെ മാധവിക്കുട്ടിയാണ്, പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്. പുന്നയൂർ കുളത്താണ് അവർ ജനിച്ചത് എന്ന് നമുക്കറിയാം. മലയാളത്തിൽ മാധവിക്കുട്ടിയും ഇംഗ്ലീഷിൽ കമലാദാസുമാണ് എന്നറിയാം. 1984 സാഹിത്യ നൊബേലിന് ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ ഡൂഡിലിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാലും അത് നമ്മുടെ മാധവിക്കുട്ടിയാണ് എന്ന് ഓർത്തിരിക്കണം. ഇനി അവർക്ക് ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകഥയ്ക്കുള്ളത് കിട്ടിയത് തണുപ്പ് എന്ന കൃതിക്കാണ്. തണുപ്പിന് ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇനി ഇംഗ്ലീഷ് ഭാഷയിലെ രചനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് അവർ എന്നും കൂടെ ഓർത്തിരിക്കണം. ഇനി വയലാർ അവാർഡിന് അർഹയാക്കിയ കൃതിയാണ് നീർമാതളം പൂത്തകാലം. വയലാർ അവാർഡ് കിട്ടിയത് അവരുടെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ അത് നീർമാതളം പൂത്തകാലത്തിനാണ്.
തണുപ്പിനാണ് ചെറുകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എന്നും ഓർത്തിരിക്കണം. പിന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഒന്ന് ഓർത്തു വെച്ചേക്കണേ. ഇനി പ്രധാന കൃതികൾ ആത്മകഥ, എന്റെ കഥ, അത് രണ്ടും ഓർക്കണം. പിന്നെ തണുപ്പ്, ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. പക്ഷിയുടെ മണം, നഷ്ടപ്പെട്ട നീലാംബരി, ഇതെല്ലാം അവരുടെ പ്രധാന കൃതികളായിട്ട് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി നോവലുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നീർമാതളം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. അത് മാർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണമുണ്ട്. കണ്ട, കവിതകളും കുറെ കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വായിച്ചു വിട്ടിരിക്കണേ. ഇനി നോക്കൂ, മാനസി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒറ്റയടിപ്പാത, മനോമി, ചുവന്ന പാവാട, ഭയം, എന്റെ നിശാവസ്ത്രം, എന്റെ സ്നേഹിതരുണ്, ഇതെല്ലാം അവരുടെ മറ്റു കൃതികളാണ്. ഒരുപാട് കൃതികളുണ്ട്. ഒന്ന് വായിച്ചു വിട്ടേക്കണേ. അടുത്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. പത്തനംതിട്ടയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നറിയാം. മൊട്ടത്ത് ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് എന്നുകൂടി ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ് എന്ന് ഓർത്തിരിക്കണം. മികച്ച സിനിമയ്ക്കുള്ള അന്തർദേശീയ അവാർഡ് അദ്ദേഹത്തിന് 6 തവണ ലഭിച്ചിട്ടുണ്ട്. 84-ൽ പത്മശ്രീ, 2006-ൽ പത്മവിഭൂഷൺ, 2004-ൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വയംവരമാണ് എന്നോർക്കണം. ആദ്യ സിനിമ സ്വയംവരമാണ്. ഇനി അദ്ദേഹത്തിന് ദേശീയ അവാർഡിന് അർഹനാക്കിയ സിനിമകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വയംവരം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, 4 പെണ്ണുങ്ങൾ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് എത്ര തവണ? 5 തവണ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കണം. സ്വയംവരം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, 4 പെണ്ണു. ഇതൊക്കെ ജസ്റ്റ് ഒരു രസകരമായ കോഡ് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, എല്ലാം ഒന്ന് ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകളെ കുറിച്ചാണ്. കൊടിയേറ്റം, സ്വയംവരം, എലിപ്പത്തായം, അനന്തരം, മുഖാമുഖം, വിധേയൻ, മതിലുകൾ, നിഴൽക്കൂത്ത്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് എന്ന് ഓർക്കണം. അടുത്തത് PC കുട്ടിക്കൃഷ്ണനെ കുറിച്ചാണ്. ഉറൂബ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നറിയാം. ഉമ്മാച്ചു എഴുതിയത് അദ്ദേഹമാണെന്ന് നമുക്കറിയാം. ഇനി ഉമ്മാച്ചുവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഉമ്മാച്ചുവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി സുന്ദരികളും സുന്ദരന്മാരും അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയതാണ്. ഉമ്മാച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴല്ലേ കുറെ കൂടി സുന്ദരികളും സുന്ദരന്മാരും ഉണ്ടാവുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഉമ്മാച്ചു എന്ന് പറയുമ്പോൾ ഉമ്മച്ചിക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേരള സാഹിത്യ അക്കാദമിയും, സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണെന്നും കൂടെ ഓർത്തു വെച്ചേക്കണേ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഉമ്മാച്ചു, അമ്മിണി, മിണ്ടാപ്പെണ്ണ്, അണിയറ, സുന്ദരികളും സുന്ദരന്മാരും എന്നതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകളാണ്. ഇനി ചെറുകഥ, മക്കളെ ഓർത്തിരിക്കണം. രാച്ചിയമ്മ, മുഖം മൂടികൾ, ഗോപാലൻ നായരുടെ താടി, മൗലവിയും ചങ്ങാതിമാരും, അപ്പുവിന്റെ ലോകം, എല്ലാം ഓർക്കണം. രാച്ചിയമ്മ കുറച്ചും കൂടെ നന്നായിട്ട് ഓർത്തു വെച്ചിരിക്കണേ. ഇതൊക്കെയാണ് PC കുട്ടിക്കൃഷ്ണന്റേതായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് SCERT 9ാം ക്ലാസ്സിലെ പഴയ പുസ്തകത്തില് സാഹിത്യ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങള്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, വൊക്കാബുലറി പാർട്ടുമായിട്ട് വരാം. താങ്ക് യു.